In the last section, we have discussed about what are the different types of filters, and today we are going to discuss what is oscillator, what is the principle of oscillator, then one type of oscillator. As we know that actually oscillator is a type of feedback amplifier. In this case, we have in which a part of output is fed back to the input by a feedback circuit. അപ്പോൾ അല്ലേ, നമുക്കറിയാം ഒരു ഓസിലേറ്ററിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തില്ല. അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇൻപുട്ട് ഇല്ലാതെ വിത്തൗട്ട് ഇൻപുട്ട് വി ഗെറ്റ് ആൻ ഔട്ട്പുട്ട്. അവിടെ നമുക്ക് എങ്ങനെയായിരിക്കും? വിൻ 0 ആകുമ്പോൾ അത് തെർമൽ നോയിസിൻ്റെ എഫക്റ്റ് കൊണ്ട് അവിടെ ആക്ച്വലി ഒരു തെർമൽ നോയിസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ തെർമൽ നോയിസ് എന്ന് പറയുന്നത് ജിഗാ ഹെർട്സോ കിലോ ഹെർട്സിലോടും അത്രയും ഫ്രീക്വൻസിയിലുള്ള ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു വോൾട്ടേജ് കിട്ടും. ആ തെർമൽ നോയിസ് ആദ്യം ആംപ്ലിഫയറിൽ കൂടെ പാസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്. Then it has a work, actually it is a feedback, it works as a feedback amplifier. Okay, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും in this circuit diagram we can see that Vin actually Vin equal to 0. first of all Vin equal to 0, then a summing junction ആയിട്ട് ഇവിടെ എടുത്തിട്ട് കമ്പറേറ്റർ ജംഗ്ഷൻ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുകയാണ്. then it provides a difference voltage to the amplifier. then the gain is a AV. then a part of the amplifier output given to the feedback signal is given to the this summing junction. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ഒരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്ന ഒരു ഓസിലേറ്ററിൻ്റെ കേസിൽ ഒരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് സെയിം ഫേസിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മളെപ്പോഴും പോസിറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ കേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും AB is the closed loop gain of the amplifier, that is denoted by AF. then VD equal to VF plus VIN. VF ഫീഡ്ബാക്കിൻ്റെയും VINൻ്റെയും കൂടെ സമ്മാണ് VD എന്ന് പറയുന്നത്. VO ഈക്വൽ ടു എന്ത് വരും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു AB ഇൻറ്റു VD. VF ഈക്വൽ ടു B ഇൻറ്റു VO. നമുക്കറിയാം ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇൻറ്റു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. VO ഈക്വൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും AB ഇൻറ്റു VF പ്ലസ് VIN. VO ഈക്വൽ ടു AB ഇൻറ്റു വാട്ട് ഈസ് VF? B VO പ്ലസ് VIN. VO ഈക്വൽ ടു AV ഇൻറ്റു B VO പ്ലസ് AB ഇൻറ്റു VIN. VO മൈനസ് AB ഇൻറ്റു B VO ഈക്വൽ ടു AB ഇൻറ്റു VIN. therefore VO divided VIN ഈക്വൽ ടു AB divided by 1 minus AB into B. B or that here VIN is equal to 0 or not equal to 0. AB into B equal to AB into B equal to 1. Okay, AB into B equal to 1. അപ്പോൾ നമുക്ക് ഇതാണ് AB ഇൻറ്റു രണ്ട് കണ്ടീഷനാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഒരു ഓസിലേറ്ററിൻ്റെ കേസിൽ കിട്ടുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് AB ഇൻറ്റു B ഈക്വൽ ടു 1 ഓർ B ഈക്വൽ ടു 1 ബൈ AB. ഓർ ഇന്ന പോളാർ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് AB B ഈക്വൽ ടു 0 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ഓഫ് രണ്ട് കണ്ടീഷനാണുള്ളത്. AB ഈക്വൽ ടു AB ഇൻറ്റു B ഈക്വൽ ടു 1 ഓർ ആംഗിൾ AB B ഈക്വൽ ടു 0 ഓർ 360 ഡിഗ്രി. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ പറയുന്ന ബാർഖുസെയിൻ ക്രൈറ്റീരിയ. ഓക്കെ, ബാർഖുസെയിൻ ക്രൈറ്റീരിയ എന്ന് പറയും. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിൽ അത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക ഈ ഒരു ക്രൈറ്റീരിയക്കാണ് AB B ഈക്വൽ ടു 1 ആൻഡ് ആംഗിൾ ഓഫ് AB B ഈക്വൽ ടു 0. ദെൻ ദാറ്റ് ഈസ് നോൺ ആസ് ബാർഖുസെയിൻ ക്രൈറ്റീരിയ. Okay, then
there are mainly ability of oscillator circuit to oscillate at one exact frequency is called frequency stability. Frequency stability, ability of oscillator circuit to oscillate at one exact ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്. ഇപ്പോൾ ഡാമ്പിങ് ഓസിലേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരു ഓസിലേഷൻ നടക്കുന്നത് അവിടെയാണെങ്കിൽ ഒരു വൺ പർട്ടിക്കുലർ എക്സാക്റ്റ് ഫ്രീക്വൻസിയിലാണ് ആ സർക്യൂട്ട് ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി നമുക്കൊരു ഓസിലേറ്ററിൻ്റെ കേസിൽ കാണാൻ പറ്റും. ദെൻ ടെമ്പറേച്ചർ ആൻഡ് പവർ സപ്ലൈ ഈസ് എ ഫാക്ടർ കോസ് ചേഞ്ചസ് ഓഫ് ഓസിലേറ്റർ ഫ്രീക്വൻസി. മേ ബി ഇറ്റ് മേ ചേഞ്ച് this frequency then oscillator frequency by with the affecting temperature and power supply. There are mainly 3 types of oscillator: RC oscillator, LC oscillator, crystal oscillator. Here RC oscillator എന്ന് പറയുന്നത് തന്നെ വീണ്ടും നമ്മൾ പഠിക്കുന്ന 2 ഓസിലേറ്റർ RC ഓസിലേറ്റർ ആണ്. ഏതൊക്കെയാണ്? ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും ദെൻ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററും RC ഓസിലേറ്ററാണ്. LC ഓസിലേറ്ററാണ് ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ് ഓസിലേറ്റർ. നമ്മൾ സാധാരണ കേസിൽ മോഡുലേഷൻ പർപ്പസിലൊക്കെ യൂസ് ചെയ്യുന്ന ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റും LC ഓസിലേറ്ററിലാണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആക്ച്വലി അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദെൻ RC ഓസിലേറ്റർ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ സൈനസോയിഡൽ ടൈപ്സ് ഓഫ് വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നു. LC ആണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസിയിൽ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നു, ട്രയാങ്കിൾ വേവ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് ഓസിലേറ്ററിൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് ഷിഫ്റ്റ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തതാണ്. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ യൂസിങ് ഒപ്പാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓസിലേറ്ററിൻ്റെ ക്രൈറ്റീരിയയൊക്കെ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ഒരു ആംപ്ലിഫയർ വേണം, ഒരു ഫീഡ്ബാക്ക് സിഗ്നലും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ ഒരു ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഓസിലേറ്ററിൻ്റെ കേസ്, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ കേസിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഒപ്പാം 741 ഇൻവെർട്ടിംഗ് മോഡിലെ ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ്. ആംപ്ലിഫയറായിട്ടും ഒരു കാസ്കേഡഡ് RC നെറ്റ്വർക്ക്, ലാഡർ നെറ്റ്വർക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ടും നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ എന്താണ് വേറൊരു കണ്ടീഷൻ എന്താ? ABB എന്താണ് 1. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനെ ഡിസൈൻ ചെയ്യുന്നത്. സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമുക്കറിയാം ഇൻപുട്ടൊന്നും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യത്തില്ല. Vin = 0 ആണ്. ദെൻ ഒരു ഇൻവേർട്ടിംഗ് മോഡിലാണ് നമ്മൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് കൊടുത്തത്. അതാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഇപ്പോൾ ഇൻവേർട്ടിംഗ് മോഡിലാകുമ്പോൾ അവിടെ എത്രയുണ്ട്? ഫേസ് ആംഗിൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 180 ഡിഗ്രി ആംഗിൾ അവിടെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി നമുക്ക് അവിടെ ഒരു ഇതുണ്ടാകുന്നുണ്ട്, ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു RC കോമ്പിനേഷൻ കൊടുക്കുകയാണ്, ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട്. നമ്മൾ ഇവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ പാർട്ടായിട്ടും ഇതും ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറും ദെൻ ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് ഇവിടെ ഒരു കാസ്കേഡഡ് RC നമ്മളിവിടെ കൊടുക്കുകയാണ്, പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ കാസ്കേഡഡ് RC നെറ്റ്വർക്ക് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻവെർട്ടിംഗ് മോഡലായതുകൊണ്ട് സിഗ്നൽ അപ്പിയേഴ്സ് ഷിഫ്റ്റഡ് 180 ഡിഗ്രി അറ്റ് ദ ഔട്ട്പുട്ട്. ദെൻ കാസ്കേഡഡ് RC നെറ്റ്വർക്ക് ഇതാണ് കാസ്കേഡ്. 3 ഐഡൻറ്റിക്കൽ നെറ്റ്വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോന്നും ഇപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഇങ്ങനെയാണെങ്കിൽ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 180 ഡിഗ്രി ഔട്ട്പുട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ഓരോ RC കോമ്പിനേഷനും ഒരു 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ 3 RC കോമ്പിനേഷൻ അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. 60 + 60 120 + 60 180 ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന അതേ ഫേസിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓസിലേറ്ററിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സാക്റ്റ് സെയിം ഫ്രീക്വൻസിയിൽ കിട്ടുകയാണ്. എങ്ങനെയാണ് അതുണ്ടാകുന്നത് നോക്കിക്കുക. ഒന്ന് ഇൻവെർട്ടിംഗ് മോഡിൽ 180 പ്ലസ് ഇതിനകത്തുനിന്ന് ഒരു RC കോമ്പിനേഷൻ എത്ര വരും? 60 60 60 അങ്ങനെ 180 കോമ്പിനേഷനും അങ്ങനെ ടോട്ടൽ 360 ഫേസ് ഷിഫ്റ്റ് ഓർ 0 ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ദ ലൂപ്പ്. ഓക്കെ,
Then the frequency is called frequency equal to FO equal to 1 by 2 pi 1 by 2 pi. Op-amp is used in inverting mode. Any signal applied in the inverting terminal provide the shift 180 and therefore the total shift is 360. Frequency of the oscillator is FO equal to 1 by 2 pi into root 6 RC. Okay, FO equal to 1 by 2 pi into root of 6 RC. That is equal to 0.065 divided by RC values എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.065 divided by RC. Then the gain AV, at least നമ്മളിവിടെ ഗെയിൻ ഏതാണ്, ഗെയിൻ 29 എടുക്കുകയാണ്, 29 ആയിട്ട് എടുക്കുകയാണ്. Then gain of AV at least 29 equal to RF equal to എന്ത് വരും, 29 R1 ആയിട്ട് ഡിസൈൻ ചെയ്യുവാണ്. RF at the frequency gain AV must be equal to at least 29, then RF equal to 29 R1. Okay, 29 R1 നമ്മളവിടെ കിട്ടുകയാണ്. Then the total നമ്മൾ കണ്ടു, ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 360 ഇതാണ് for the desired. Then the output waveform is like this one, same ആംഗിളിൽ നമുക്ക് അവിടെ കിട്ടുവാണ്. ഇവിടെ നമ്മളൊരു ഡയോഡിൻ്റെ ഇതും കൂടെ വരുന്നതുകൊണ്ടാണ് 6.VZ 6.7 കുറച്ച് എഴുതുകയാണ്, 6.2 എന്ന് 0.7 കൂടെ ആഡ് ചെയ്ത് വരും, ഒന്ന് ആഡ് ചെയ്തും അല്ല, ഇത് നമുക്കറിയാം. അങ്ങനെ 0.9 6.2 plus 0.7 ഇത് 6.2 plus 0.7 നമ്മളെടുത്താണ് ഇങ്ങനെ 6.9 വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുവാണ്. ദാറ്റ് ഈസ് എ ഡിസൈഡ് ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വിത്ത് ബാക്ക് ടു ബാക്ക് സെൻസർ കണക്റ്റഡ് അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനൽ. ക്ലിയർ ആയില്ലേ? ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഇതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു.